ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി 2-3 സൂയിസൈഡ് അറ്റംപ്റ്റ്സ് കഴിഞ്ഞിട്ട് വരികയാണ്. എന്താണ് കേസെന്നറിയോ? കുട്ടികളുടെ ഒരു തല്ല് കേസാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായുള്ളതാണ് തല്ല് കേസ്. ഞാൻ ഈ അടുത്തൊരു സ്കൂളിൽ, നമ്മുടെ അടുത്തൊരു വലിയൊരു സ്കൂളിൽ ഇതേപോലൊരു ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് സെഷൻ, ഏകദേശം പലതരം ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിനൊരു ഒരു സ്വഭാവം പൊതുവിലുണ്ടാകും. കാരണം ഞാനിത് ഏറ്റവും ടോപ്പായിട്ടുള്ള എൻഡാണ്, ഫോക്കസിങ് ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിനെതിരെ ചോദിക്കാനൊരു ധൈര്യക്കുറവുണ്ടാവും കുറച്ച്. പക്ഷെ ഞാൻ ഇതെന്നെ ആദ്യം ഇടുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ മാക്സിമം മോഡിൽ വരാൻ വേണ്ടിയാണ്. അപ്പോൾ പൊതുവെ ഏറ്റവും മറികടക്കാവുന്ന ചോദ്യങ്ങളാണ് ആദ്യം ശ്രമിക്കുക. പിന്നെ അങ്ങനെ ലാസ്റ്റ് ഒരു ചോദ്യം വന്നത്, നമ്മുടെ സ്കൂളിൽ നിന്നൊരു വിദ്യാർത്ഥിയെ പുറത്താക്കി. എന്താ കേസെന്ന് ചോദിച്ചാൽ, ഒരു +1 കുട്ടി +2 കുട്ടീനോട് പറഞ്ഞു ഷർട്ടിന്റെ ബട്ടൺ ഇടടാന്ന് പറഞ്ഞു. ഇവൻ തിരിച്ചു ചോദിച്ചു, ഇട്ടിട്ടില്ല നീ എന്ത് ചെയ്യും? വീട്ടിൽ കയറി തല്ലൂന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു എന്നാ ഇടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവന്റെ വീട്ടിൽ പോയി തല്ലിയാര് +2 വിദ്യാർത്ഥിയെ +1 വീട്ടിൽ പോയിട്ട് തല്ലി. ഇങ്ങനെ ആയാൽ പിന്നെ വടിയെടുക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അവർ പുറത്താക്കി. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അവരുടെ ചോദ്യം. സത്യത്തിൽ എന്താ പ്രശ്നം എന്നറിയാം? ഇവിടെ പാവം 2 വിദ്യാർത്ഥികൾ, അവരെ നമ്മുടെ ആർട്ട് ലോകം, കലാലോകം എന്ന് പറയുന്നത് തിന്മയെ ടീച്ച് ചെയ്യാൻ വേണ്ടി, തിന്മയെ പഠിപ്പിക്കാൻ വേണ്ടി കാച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയുന്നത് വേദന കൊണ്ടുകൂടിയാണ്. ഇന്ന് പഴയകാലത്തൊക്കെ ഈ അടുത്താണ് ഞാൻ സിനിമയെക്കുറിച്ചുള്ള ഒരു പഠനത്തിന് തയ്യാറാക്കുന്നത്. മുമ്പ് കാലത്ത് ഒരു കഥ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു കഥാനായകനും വില്ലനുമാണ് രീതി. അവിടെ കഥാനായകൻ വില്ലനെ അതിജയിക്കുന്ന, തിന്മയെ ഒരു കഥാപുരുഷനെ അതിജയിക്കുന്ന ഒരു സീനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. വില്ലൻ കഥാനായകരെ അതിജയിക്കുന്നത് അതായി മാറിയിരിക്കുകയാണ്. ഒരു ബസ്സിന് പേരിടുന്നുണ്ടെങ്കിൽ, ടൂറിസ്റ്റ് ബസ്സിന് പേരിടുന്നുണ്ടെങ്കിൽ ഹിറ്റ്ലർ എന്ന് പേരിടുന്ന പശ്ചാത്തലം, അല്ലെങ്കിൽ പിശാചി എന്ന് പേരിടുന്ന പശ്ചാത്തലം. ഇങ്ങനെ ഒരു ലോകത്തെ നിർമ്മിക്കാൻ മാത്രം ശേഷിയുള്ളതായി കലാലോകം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തൽക്കാലം ഞാൻ പറയും. ഏതായാലും ഈ വിദ്യാർത്ഥികൾ ആരൊക്കെ പഠിപ്പിച്ചതാണ്? എന്താ പഠിപ്പിച്ചതെന്നറിയോ? തല്ലലൊരു മികവാണ്. മറ്റൊരാളെ തല്ലിത്തോൽപ്പിക്കുക എന്ന് പറയുന്നത് കഴിവാണ്. അത് ഏത് ഗുണ്ടക്കും സാധിക്കും, ഏത് തെരുവ് ഗുണ്ടക്കും സാധിക്കും. തല്ലിത്തോൽപ്പിക്കൽ കഴിവാണോ? കഴിവല്ല. കഴിവ് എന്ന് പറയുന്നത് തൻ്റെ സഹജീവിയെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? തൻ്റെ ഒരു സഹജീവിയെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നതല്ലേ ഒരാളുടെ കഴിവ്. ഇത് പഠിപ്പിക്കാൻ നമുക്ക് അവസരം കിട്ടാതെ പോയതാണ് പ്രശ്നം. അതിന്റെ പേരിൽ ഇവരെന്ത് ചെയ്തു? ഇവരേതായാലും മറ്റൊരുത്തനെ നിസ്സാര വിഷയങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിച്ച് തല്ലുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യൽ അവരുടെ മികവാണെന്ന് അവർ വിശ്വസിച്ചു. അവരത് ചെയ്തു. നമ്മളെന്താ ചെയ്തത്? നാം ടീച്ചേഴ്സ് എന്താ ചെയ്തത്? ഈ കോൺഫ്ലിക്റ്റ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇറങ്ങി കൈമുറുക്കിയിട്ട്, ഈ കോൺഫ്ലിക്റ്റ് ഗ്രൗണ്ടിൽ നമ്മൾ ഇറങ്ങും. നീ എന്താടാ അങ്ങനെ ചെയ്തത്? മൂന്നാം കക്ഷിയായി നമ്മളും കൂടി കോൺഫ്ലിക്റ്റ് ഗ്രൗണ്ടിലേക്ക്, സർക്കിളിലേക്ക് ഇറങ്ങും. എന്താണ് അവിടുത്തെ റിയൽ സൊല്യൂഷൻ? എന്താണ് റിയൽ സൊല്യൂഷൻ? എന്താ അറിയാം? ഈ തല്ലിയ കുട്ടിയോട് ചോദിക്കുന്നു, മോനെ എന്തായിരുന്നു സംഭവം? അവൻ പറയുന്നു ഇങ്ങനെയാണ് ഉണ്ടായത്. തല്ല് കിട്ടിയ കുട്ടിയോട് ചോദിക്കുന്നു എന്താ ഉണ്ടായത്? അവനും പറയുന്നു ഇങ്ങനെ ഉണ്ടായത്. അവരോട് ഈ അധ്യാപകൻ ചോദിക്കുന്നത് ശാന്തതയോടുകൂടെ, വളരെ ശാന്തനായാണ് ഈ അധ്യാപകൻ ചോദിക്കുന്നത്. എന്താ മോനെ ചെയ്തതെന്ന് ശാന്തതയോടെ ചോദിക്കുന്നു. രണ്ടാണ്. അദ്ദേഹം പ്രക്ഷുബ്ധമായി ചോദിക്കുന്നു, അയാളും പാർട്ട്ണറാണ് അല്ലേ? കോൺഫ്ലിക്റ്റിന്റെ സർക്കിളാണ് പ്രക്ഷുബ്ധത എന്ന് പറയുന്നത്. വയലേഷൻ. ഇയാളും വയലേഷന്റെ മോഡ് സ്വീകരിക്കുന്നു, അയാളും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. 1 2 ഇയാൾ പുറത്തു നിൽക്കുന്നു. ഇവരോട് ചോദിക്കുന്നു എന്ത് സംഭവിച്ചു? അവരുണ്ടായത് പറഞ്ഞതിന് ശേഷം ചോദിക്കുന്നു എന്താണ് രണ്ടാൾക്കും കിട്ടിയ നേട്ടം?
ശേഷം അവരോട് ഈ അധ്യാപകൻ ജസ്റ്റ് ചോദിക്കുന്നു, മോനെ നിങ്ങൾക്ക് ഇതിനടുത്ത് വല്ല സൊല്യൂഷനും ഉണ്ടോ? വല്ല സൊല്യൂഷനും നിങ്ങളുടെ കയ്യിലുണ്ടോ? അവരപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അവരോട് ചോദിക്കുന്നു, ഞാൻ ഒരു കാര്യം പറയട്ടെ. യെസ്, ഈ തല്ലുക എന്നത് കഴിവൊന്നുമല്ല. തല്ലുക എന്ന് പറയുന്നത് കഴിവുകേടാണ്. ഒന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം നിങ്ങൾ അവർക്ക് ഗ്യാപ്പ് കൊടുത്തു നോക്കുക. അരമണിക്കൂർ വരെ ഇരുത്തി നോക്കുക. അരമണിക്കൂർ ഇരുത്തിയിട്ടൊക്കെ വെള്ളമൊക്കെ കുടിക്കാൻ പറയും. ശേഷം വീണ്ടും അവരെ കൂടി ഇരിക്കുക. ചോദിച്ചു നോക്ക്, എന്താ മക്കളെ? അവരുടെ വാക്കിൽ മാറ്റം വന്നിട്ടുണ്ടാകും. ഈ മാറ്റം വന്ന മക്കളോട് നാം ചോദിക്കുന്നു, തുടർന്ന് നമുക്ക് ഈ ശൈലി വേണോ? വേണ്ട സാറ്, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ജീവിച്ചോളൂ. ഇനിയും പ്രശ്നം ഉണ്ടാവും. എന്താ പ്രശ്നം എന്നറിയാം? എന്തായിരിക്കും? അധ്യാപകർ ചോദിക്കും, അല്ല സാറന്മാരെ നിങ്ങൾ എന്താ ചെയ്തത്? ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ടെന്ന് ചോദിക്കൂലേ? അവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ചിലരുടെ ഉത്തരമാണ്, അവിടെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചെയ്യുന്നത് ശരിയാണോ? ഒരു ദിവസം എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എൻ്റെ വൈഫും എൻ്റെ മോനും കൂടെ ഷൂ വാങ്ങി. ഷൂ നോക്കുമ്പോൾ എൻ്റെ കാലിനൊക്കുന്നില്ല. ഷൂ കുറച്ച് ചെറുതാണ്. ഞാൻ എൻ്റെ കാല് മുറിക്കണോ? വേണോ? വേണ്ട, ഷൂ മാറ്റിയാൽ മതി. ആ അധ്യാപകരെ വിളിച്ചിട്ട് അവരോട് പറയണം. അവർ രണ്ടു കൂട്ടരെയും വിളിക്കുന്നു. അവരോടൊന്ന് ഈ വിഷയം സംസാരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ മാനസികാവസ്ഥ. നിങ്ങളൊന്ന് അവരോട് സംസാരിച്ചു നോക്ക്. ശരി, അവർക്കും ക്ലിയർ. അതിനുശേഷം വേണമെങ്കിൽ ജസ്റ്റ് ഒരു സെലിബ്രേഷൻ, ഏതെങ്കിലും ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു സെലിബ്രേഷൻ. ഇക്കാലത്ത് വ്യാപകമായൊന്നും ഫിസിക്കൽ പാരന്റ്സ് മീറ്റിംഗ് വിളിക്കരുത്. ഒരു 40 മിനിറ്റൊക്കെ ഉള്ള ഓൺലൈൻ പാരന്റ്സ് മീറ്റ് വിളിക്കണം. ആ പാരന്റ്സ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അതാത് ടീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് പങ്കെടുത്തവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യണം, അവരൊന്ന് ആശംസിക്കണം. പങ്കെടുക്കാത്തവരെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അവരോട് പിന്നീട് ഒരു അവസരം ചോദിച്ചിട്ട് അവരെ വീണ്ടും പങ്കെടുപ്പിക്കുക. എന്നിട്ടൊരു ഓൺലൈനായിട്ടുള്ള 1, 2, 3 പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചാൽ വളരെ എളുപ്പമാണ്. അതവരെ ഇൻഫോം ചെയ്യാൻ പോലും വളരെ എളുപ്പമാണ്. ഗൾഫിലുള്ളവർക്കും പങ്കെടുക്കാം, നാട്ടിലുള്ളവർക്കും പങ്കെടുക്കാം, ഇവിടെ കേരളത്തിലുള്ളവർക്കും പങ്കെടുക്കാം. ബാംഗ്ലൂരോ തമിഴ്നാട് പിന്നെ കോയമ്പത്തൂരോ എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും നമ്മുടെ കൂടെ പങ്കെടുക്കാം. എത്ര സുഖം! ഇങ്ങനെയൊക്കെ ചെയ്താൽ സ്ഥാപനത്തിൽ പ്രതിസന്ധിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്തരം ഘട്ടങ്ങൾ വന്നാൽ പോലും നമുക്ക് വളരെ ഭംഗിയായി ലീഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്നാണ് ഈ റൂട്ടാണെങ്കിൽ നമ്മുടെ സിസ്റ്റം. ഇനി ഞാൻ രണ്ടാമതൊരു മാറ്ററിലേക്ക് കൂടി കടക്കാൻ പോകാം. നിങ്ങളുടെ അവസരങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് ഒരു മൾട്ടിപ്പിൾ ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾ. എന്താ മൾട്ടിപ്പിൾ ഫേസ്ഡ് ആയിട്ടുള്ളത്? IDR, ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ റിപ്പോർട്ട്. ഇത് നിങ്ങളെ കയ്യിൽ പലപ്പോഴും പല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നതിന് മറ്റൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ റിപ്പോർട്ട് എന്നത് ഒരു ടീച്ചറുടെ ഒന്നിലധികം മുഖങ്ങളുള്ള പരിഹാര രീതികൾ ഉൾക്കൊള്ളുന്ന ഒരു പരിഹാര പ്രക്രിയയാണ്. ടീച്ചേഴ്സ് ടൂളാണ്, എഡ്യൂക്കേഷണൽ ടൂളാണ് IDR. എന്താണ് IDR? എനിക്ക് ചുമതലയുള്ള ഒരു ക്ലാസ്. ഒരു ടീച്ചർക്ക് എത്ര ക്ലാസ് ചുമതല ഉണ്ടാകും? ഒന്നല്ലുണ്ടാകും. ആ ചുമതലയുള്ള ക്ലാസ്, ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം IDR നടപ്പിലാക്കുന്നത്. വേണ്ടത് നല്ലൊരു നോട്ട്ബുക്ക്. വേറെ ഒന്നും വേണ്ട. ഇത് പറയുമ്പോൾ പലരും ഇനി ചോദിക്കും, ഫോർമാറ്റ് ഉണ്ടോ? ഫോർമാറ്റ് തൊടാൻ പാടില്ല. എന്തേ ചെയ്യാൻ പാടുള്ളൂ? ഞാനിപ്പോ പറയുന്ന മോഡലേ ചെയ്യാൻ പാടുള്ളൂ. CBSE-യിലൊക്കെ പുതിയ മെത്തഡോളജി വന്നിട്ടുണ്ട്. അതൊന്നും ഇതിന് ബാധകമല്ല. അതിനെല്ലാം അതിൻ്റെതായ ടഫ് സ്വഭാവമുണ്ട്. ഞാൻ പറയുന്ന IDR-നെ കുറിച്ച് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്ന സ്പെഷ്യാലിറ്റികൾ പറയാം. ഒന്ന്, ഇന്റഗ്രേഷൻ ഉണ്ടാകണം. ഇന്റഗ്രേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയെക്കുറിച്ച് ഏത് സമയത്ത് ഏത് വിവരം ചോദിച്ചാലും പറയാൻ പറ്റുന്ന വിധം ഈ സംഗതി ഭദ്രമായിരിക്കുക, സമഗ്രമായിരിക്കുക. ഇന്റഗ്രേഷൻ. 2, ഒരു ടീച്ചർക്ക് ഇത് എപ്പോഴും ഈസി ആയിരിക്കണം.
ടീച്ചർ ഒരിക്കലും ഇത് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഒരിക്കലും ഇത് ടീച്ചർക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഞാനിത് പറഞ്ഞപ്പോൾ ചില ഉസ്താദുമാര് ചോദിച്ചു, അല്ല ഉസ്താദെ എങ്ങനെയാ ഇത് ബുദ്ധിമുട്ടാകാതിരിക്കുക? 43 44 കുട്ടികളുണ്ട്, ഇവരെ എല്ലാ വിവരവും ചോദിച്ചാൽ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ആൻസർ പറയാം. ചെയ്യേണ്ടത് ഒരു ടീച്ചർ ഇത് നോട്ട് ചെയ്യാൻ. രണ്ടാമത്തത്, ഒരു ടീച്ചർക്ക് ഒരിക്കലും ഇത് വളരെ ഈസി ആയിരിക്കണം. മൂന്നാമത്തത്, കൺസിസ്റ്റൻസി ഉണ്ടാകണം. സ്ഥിരമായി ഇത് ടച്ച് ചെയ്യണം. എല്ലാ ദിവസവും ജസ്റ്റ് ഇത് ടച്ച് ചെയ്യണം. ഒരു ദിവസം ഒരു ടീച്ചർ ഒരു 5-10 മിനിറ്റിന്റെ താഴെ മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ. ഒരു ദിവസം കോമൺലി പൊതുവായിട്ട് ഒരു ദിവസം 10 മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താ ചെയ്യേണ്ടത് ഇനി ഞാൻ പറയാം. ചെയ്യേണ്ട ഡൂയിങ് സ്റ്റൈല് പറയാം. ഓരോ കുട്ടിക്കും ഒരു പേജ് റിസർവ് ചെയ്യാം. അത് 1 2 3 4 അങ്ങനെ ചെയ്താൽ മതി. ഓരോ പേജ് ഓരോ കുട്ടിക്ക് റിസർവ് ചെയ്യും. ഈ കുട്ടിയുടെ പേജിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മിനിമം ഒരു 10 ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തി നാം രേഖപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് എൻ്റെ ക്ലാസ്സിലെ കുട്ടി ഒരു 7ാം ക്ലാസ്സുകാരനാണ്. 7ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാം? 1, കുട്ടിയുടെ പഠനം, പരീക്ഷാ കേന്ദ്രീകൃതമായിട്ടുള്ള പഠനം. 2, കുട്ടിയിലെ സ്കിൽ ഡെവലപ്മെന്റ്. 3, ക്ലാസ്സിലെ വർക്കുകൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് സന്ദർഭവശാൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം മാനദണ്ഡം. ഞാനൊരു മോഡൽ മാത്രം പറയാം. 4, കുട്ടിയുടെ പങ്ക്ച്വാലിറ്റി. ഇനി പങ്ക്ച്വാലിറ്റിയുടെ കൂടെ വേണമെങ്കിൽ പങ്ക്ച്വാലിറ്റി പ്ലസ് അറ്റൻഡൻസ് പറയാം. 5, കുട്ടിയുടെ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾ. 6, കുട്ടിയുടെ യൂണിഫോം, അതുപോലെ നീറ്റ്നെസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. ഇങ്ങനെ ഒരു 6 7 ഏരിയ തീരുമാനിക്കുന്നു. ഈ പറയപ്പെട്ട ഏരിയകളിൽ ഈ കുട്ടിക്ക് A-B-C കാറ്റഗറി രേഖപ്പെടുത്തുന്നു, ഗ്രേഡ് രേഖപ്പെടുത്തുന്നു. ഒരു 10 ദിവസത്തേക്ക് കുട്ടിയുടെ ഗ്രേഡ് എന്താണ്, പഠനത്തിൽ ഏത് ഗ്രേഡാണ് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ എന്താവശ്യമായേക്കാം? ജസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സിനോട് ഒന്ന് ഈ കുട്ടിയെ കുറിച്ചുള്ള വിവരം ഒന്ന് പോസ്റ്റ് ചെയ്യണേ എന്ന് പറയാം. ഇത് ഒരു ദിവസം ഒരു 10 മിനിറ്റ് മാത്രം ഇതിന് ഡീൽ ചെയ്ത് ശീലിച്ചാൽ ഈ 10 ABC 7 ABC 10 കുട്ടികൾക്കിടാൻ ഒരു 5 മിനിറ്റിന് താഴെയല്ലേ വരുള്ളൂ. തീർച്ചയായിട്ടും വിവരങ്ങൾ അന്വേഷിക്കാനും അതൊരു മെസ്സേജ് അയക്കാനും മറ്റൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റും മാക്സിമം 10 മിനിറ്റും ക്ലോസ്. ഇങ്ങനെ ഒരു ദിവസം ഒരു 10 കുട്ടികളെ വെച്ച് ചെയ്താൽ 4 ദിവസം ആകുമ്പോൾ കംപ്ലീറ്റ് ആയി അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ രീതിയിൽ ഒരു 10 ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് എല്ലാ വിവരങ്ങളും അതിൽ കൊണ്ടുവരാൻ എളുപ്പമാണ്, കുറഞ്ഞ സമയമാണ്. ഇതിൽ ഒരു കുട്ടി വരാതിരുന്നാൽ, പഠനത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിന്നോക്കം കാണിച്ചാൽ, A അല്ലാത്ത B-യോ C-യോ ഗ്രേഡ് രേഖപ്പെടുത്തപ്പെട്ടാൽ, അപ്പൊ നമ്മൾ നമ്മുടെ ഇടപെടലിലേക്ക് വരും. ഇടപെടുന്നതിന് എങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കാം? 40 കുട്ടികളിൽ 40 പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഒരു 5-10 പേരൊക്കെ ചിലപ്പോൾ പ്രയാസമുള്ളവരുണ്ടാകാം. അവരെ നിങ്ങൾ സാവകാശം ഓരോ ദിവസവും ഓരോ പേര് എടുത്താൽ പോലും നിങ്ങൾക്ക് അവരെ അഡ്രസ് ചെയ്യാനും അവരെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും കഴിയും. കൂടുതൽ സമയം യൂസ് ചെയ്ത് മടുക്കരുത്. ഇയാൾ പരിപാടി തുടങ്ങിയിട്ട് നമുക്ക് പണി തരാൻ വന്നതാണെന്ന് തോന്നരുത്. നമ്മുടെ അധ്വാനം കുറഞ്ഞു എന്നേ തോന്നാൻ പാടുള്ളൂ. റിസൾട്ട് കൂടുകയും ചെയ്യണം. ഏത് തരം പ്രയാസം ഉണ്ടായാൽ, ഇപ്പൊ ചിലരൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ക്ലാസ്സിൽ ഒരു വികൃതിയുണ്ട്, എത്ര പറഞ്ഞാൽ ഇവനെ അടക്കി നിർത്താൻ പറ്റുന്നില്ല. ഇവനെ അടക്കി നിർത്താൻ വേണ്ടി ബാക്കി 40 കുട്ടികളെ സമയം കളയരുത്. ക്ലാസ് പ്ലാനോടുകൂടെ മുന്നോട്ട് പോവുകയും, അതായത് ലെസൺ പ്ലാനോട് കൂടിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ടീച്ചിങ് മെത്തഡോളജി അല്ലെങ്കിൽ ടീച്ചിങ് നമ്മുടെ സ്റ്റൈൽ അത് പരമാവധി അപ്ഡേറ്റ് ചെയ്യുകയും അങ്ങനെ പോരുകയും ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. ക്ലാസ് റൂമിൽ ഒരു ടീച്ചറുടെ കയ്യിൽ കഴിയുന്നതും പുസ്തകം നോക്കേണ്ട ആവശ്യമില്ലാത്ത വിധം, ഒരു കുട്ടിക്കും പുസ്തകം ആവശ്യമില്ലാത്ത വിധമാണ് ക്ലാസ് നടക്കേണ്ടത്. പറ്റുമെങ്കിൽ മാക്സിമം ഒന്നും മറച്ചു വെക്കൊന്നും വേണ്ട, ഓപ്പണായിട്ട്
നമുക്ക് ചോദിക്കാവുന്ന തലത്തിലേക്ക് തന്നെ ചോദ്യങ്ങൾ കൊണ്ടുവരാം. പിന്നൊന്ന്, ഞാൻ പറയുന്ന പക്ഷത്തേക്ക് നിൽക്കാനല്ല ഒരു പരിശീലിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ചെയ്യേണ്ടത്, മറുവശത്തെ സാധ്യതകൾ നോക്കാനാണ്. നിങ്ങൾ തല്ലാൻ വല്ല വകുപ്പുണ്ടോ എന്ന് തന്നെയാണ് നോക്കേണ്ടത്. അതല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നത് പ്രയാസമാണെന്ന് പറയാനുള്ള വകുപ്പുണ്ടോ എന്ന സാധ്യത നോക്കിയിട്ടാണ് ഇത് സ്ഥിരപ്പെടുത്തേണ്ടത്. അതായത് മറുവശത്ത് മറ്റൊരാളോട് ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ വിഭവം ശേഖരിക്കാനാണ്, ആർജിക്കാനാണ് നമ്മൾ ഈ സദസ്സിനെ ഉപയോഗിക്കേണ്ടത്. അതിൽ മാക്സിമം എത്രയും നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തോന്നുന്നത് അങ്ങനെ ചോദിക്കാം. നിങ്ങൾക്ക് നാച്ചുറലി എങ്ങനെ വരുന്നോ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ പിന്നെ മോഡിഫൈ ചെയ്യണ്ട. ചോദ്യത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങുന്നു. അതിലെ ചോദ്യത്തെ തൽക്കാലം ഞാൻ ഒന്ന് കൗണ്ട് ചുരുക്കാം. സമയം എന്നതാണ്. സമയം കുറവ് നേരിടുന്നു അല്ലേ? ഇവിടെ ആദ്യം നമ്മൾ മാറേണ്ടത് ഒരു അവയർനെസ് മാറേണ്ടതുണ്ട്. എന്താ അറിയോ, ലോകത്ത് വികസിത രാജ്യങ്ങൾ ചിലവഴിക്കുന്ന സമയത്തെക്കാൾ എത്രയോ മടങ്ങാണ് നാം വിദ്യാഭ്യാസിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന സമയം. എന്ന് മാത്രമല്ല, ഞാൻ ഈ വേദിയിൽ കുറച്ചുകൂടി ഒരു പ്രക്ഷുബ്ധമായ ഒരു വിമർശനത്തിന് കൂടി തുനിയുകയാണ്. എന്താ അറിയോ, നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള പൊതു വിദ്യാഭ്യാസ തലത്തിൽ ഇത്രയേറെ ദൈർഘ്യമേറിയ വിദ്യാഭ്യാസ പ്രക്രിയ ഔദ്യോഗികമായി നടന്നിട്ട് വീണ്ടും ട്യൂഷന്റെ ഒരു ഓപ്ഷൻ കൂടി ഓൺ ചെയ്യുന്ന മൃഗീയമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് ശരിക്കും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ട ഒരു ഭീകരമായ ഒരു പ്രശ്നമാണ്. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന അതിഭീകരമായ ഒരു പ്രശ്നമാണ്. വിദ്യാഭ്യാസ പ്രക്രിയ കൂപ്പുകുത്തി എന്ന് സോഷ്യൽ ഓഡിറ്റിംഗ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇതെന്തുകൊണ്ടെന്നറിയാം, ഇത്ര ദൈർഘ്യമേറെ സമയം ഉപയോഗിച്ചിട്ട് പിന്നെ എവിടെ നിന്നാണ് വീണ്ടും ഒരു ട്യൂഷന്റെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്നത്? ഇവിടെ വരുന്ന ഒരു വിമർശനം വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് പലപ്പോഴും ചേക്കേറുന്നത് ഒരു എഞ്ചിനീയറോ വക്കീലോ ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആകാൻ കഴിയാത്തതിന്റെ പേരിൽ ജസ്റ്റ് ഒരു ഡിഗ്രി നേടുകയും അതിലൂടെ കെട്ടിവെക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് വെട്ടിവെച്ച് കയറുന്ന അധ്യാപകരുടെ പ്രസൻസ് കൂടുന്നുണ്ട് എന്ന് ഇവിടെ സമൂഹം വിളിച്ചു പറഞ്ഞാൽ മൂടിവെക്കാൻ കഴിയാത്ത വിധം ഭീകരമാണ് നമ്മുടെ വിദ്യാഭ്യാസ ലോകം പൊതുവിൽ. എൻ്റെ പറച്ചിൽ അവിടെയല്ല, ആൻസർ അവിടെയല്ല. ആൻസർ നിലവിൽ സമയത്തെ എങ്ങനെ ഭദ്രമായി ഉപയോഗിക്കാം എന്നിടത്ത് ആദ്യം വരേണ്ടത് വിദ്യാഭ്യാസ പ്രക്രിയക്ക് ഇത്രമേൽ കൂടുതൽ സമയം ആവശ്യമില്ല എന്നിടത്തേക്ക് വരണം. കാരണം നമ്മുടെ വിദ്യാർത്ഥിയെ നാം കാണണം. ഒരു വിദ്യാർത്ഥി ഉറക്കെഴുന്നേറ്റ് ഉറക്കച്ചടപ്പ് മാറുന്നതിന്റെ മുമ്പേ പെട്ടിയിലാക്കി ക്യാമ്പസിലെത്തി. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടിയിൽ നിന്ന് പെട്ടിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥി. എന്നിട്ട് അവൻ ഒരു എന്താ പറയേണ്ടത്, എല്ലാ ഊർജവും ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് വിങ്ങിപ്പൊട്ടുന്നൊരു സമയത്ത് വീട്ടിലെത്തിയാൽ വീണ്ടും അവനെ പഠിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ് വിദ്യാഭ്യാസം എന്നതിനെ വളരെയേറെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു വല്ലാത്തൊരു എന്താ പറയേണ്ടത്, അതാ ഞാൻ മൃഗീയമായ പ്രക്രിയ എന്ന് പറയാൻ കാരണം. ഇവിടെ മാറേണ്ടത് സമയം വേണ്ട. ഇനി സാറ് ചോദ്യം വരേണ്ടത് എവിടെയാണെന്നറിയോ? ചോദ്യം ഒന്നുകൂടി പെർട്ടിക്കുലർ ഏരിയയിലേക്ക്, ഒരു നിശ്ചിത ഏരിയയിലേക്ക് ചോദ്യം ഇനിയും വരണം. എന്താ, എവിടെയാണ് സമയത്തിന് നമുക്ക് പ്രതിസന്ധി നേരിടുന്നത്? ഏത് വിഷയത്തിലാണ് സമയക്കുറവ് നമ്മൾ പ്രതിയാക്കുന്നത് അല്ലെങ്കിൽ പ്രതിസന്ധിയിലായെത്തുന്നത്? നിലവിൽ ധാരാളം സംവിധാനങ്ങൾ ഇനിയും നമുക്ക് ആവിഷ്കരിക്കാം. ഞാൻ ആവിഷ്കരിക്കാവുന്ന സാധ്യതയെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് സാറിന് മൈക്കെടുക്കും. എന്നിട്ട് ഏതാണ്, ആർക്കും പറയട്ടെ, ഈ വിഷയം നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ വിമർശിക്കുന്നത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഇനിയും നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് ഇനിയും താഴോട്ട് പോകും.
ഇനിയും ഇനിയും താഴോട്ട് പോകും. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ടതല്ല കിട്ടുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. കുറച്ചു മുമ്പ് ഞാനും കൂടി എക്സിക്യൂട്ടീവായ PT എക്സിക്യൂട്ടീവായ ഒരു സ്കൂളിൽ എൻ്റെ മകളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി ഞാൻ പോയി. വർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള സ്റ്റാഫ് കൗൺസിലിൽ അവരെന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ നേരിടാൻ ഞാൻ ഇത്രയും കോടികൾ ചെലവഴിച്ചതാണെങ്കിൽ പോലും ഫ്രീ ആയിട്ട് ഞാൻ ട്രെയിനിങ് തരാം, നിങ്ങൾ അറ്റൻഡ് ചെയ്യുമെങ്കിൽ. മിനിമം ഒരു 3 സ്കൂളെങ്കിലും എനിക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുണ്ട്, നിങ്ങൾ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ തരാം. പല കാരണങ്ങളാൽ ഇഷ്ടംപോലെ ഈ ക്ലസ്റ്റർ മീറ്റിങ്ങും എല്ലാം ധാരാളം ഉണ്ട്, അതുകൊണ്ടായിരിക്കാം പറ്റിയില്ല. അങ്ങനെ എൻ്റെ മകളുടെ പ്രോഗ്രസ് ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോൾ ഇവരെല്ലാവരും വന്നു. ഇവരെല്ലാവരും ഓരോ ടീച്ചറും മകളുടെ ഓരോ വീക്ക്നെസ് പറയാൻ പറഞ്ഞു. ഞാൻ എല്ലാവരോടും വരാൻ പറഞ്ഞു. എല്ലാവരും വന്നു. എല്ലാവരും ഇരുന്നതിന് ശേഷം ഇതിൽ ഓരോ പോയിന്റ് എടുത്തു. ഞാൻ ഇവരോട് ചോദിച്ചു, ഇത്രയും മണിക്കൂർ നിങ്ങളെ കൂടെ ഇരുന്ന കുട്ടിയെ പറ്റി നിങ്ങളൊരു പാരന്റിനോട് പറയുന്നു ഇവൾക്ക് പഠനത്തിൽ ഇന്ന് പോരായ്മയുണ്ടെന്ന്. ഇതിൻ്റെ ലോജിക്ക് എന്താണ്? ഒരു പാരന്റിനോട് നിങ്ങൾക്ക് പറയാൻ എന്ത് അവകാശമാണ് ഈ വിഷയത്തിലുള്ളത്? ഇത്രയും മണിക്കൂർ നിങ്ങളെ കൂടെ ഇരുന്നൊരു കുട്ടിയെ ഇത്ര മാസങ്ങൾക്ക് ശേഷം പരീക്ഷ നടന്നതിന് ശേഷം ഇവൾക്കിന്ന് പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ എന്ത് റോളാ പിന്നെ പഠിപ്പിക്കുന്നതിലുള്ളത്? എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിയെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്? ഞാൻ അവർ കൂടെ ഇരുന്നു. ഓരോ എണ്ണവും പറഞ്ഞു. ആദ്യം അവരെല്ലാവരും കൂടെ ഇതൊക്കെ പറഞ്ഞിങ്ങനെ രക്ഷപ്പെടാനായിരുന്നു തുനിഞ്ഞത്. അതിനുശേഷം അവർ പറഞ്ഞു, സത്യമാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ക്ലസ്റ്ററുകളിൽ കൃത്യമായി ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, പക്ഷേ എങ്ങനെ ഈ പറയുന്ന അച്ചീവ്മെന്റ് നേടിയെടുക്കാമെന്നത് ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയുന്നവർ ഞങ്ങളിൽ ഒരു 10% പോലും ഇല്ല. ഒരു എയ്ഡഡ് സ്കൂളിൽ 10% അധ്യാപകർക്ക് പോലും ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു കുട്ടിയിൽ ഉണ്ടാകണമെന്ന് നിശ്ചയിക്കുന്ന യോഗ്യതകൾ, ക്വാളിഫിക്കേഷനുകൾ, സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നവരില്ല എന്ന് പറയുമ്പോൾ ഇതാണ് വസ്തുത. ഇതൊരു സത്യമാണ്. എന്തുകൊണ്ടാണ് അധ്യാപകർ വിജയിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന രക്ഷിതാക്കളില്ല. എൻ്റെ കുട്ടിയെ ഇത്രയും സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നിട്ട് എൻ്റെ കുട്ടിയിൽ നിങ്ങൾക്ക് ഏത് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വിത്ത് ഡോക്യുമെന്റ്സ് പറയാൻ കഴിയാത്തവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ അറിയാത്ത രക്ഷിതാക്കളില്ലാത്തതിൻ്റെ ഭാഗ്യം. അതാണ് നിങ്ങളിപ്പോൾ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു. അവർ പറഞ്ഞു ശരിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് വേണമെങ്കിൽ എൻ്റെ ഈ മകളെ ഞാൻ പഠിപ്പിച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് കാണിച്ചു തരാം എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത്. ഇവിടെ എൻ്റെ മാറ്റർ നമുക്ക് എവിടെയാണ് സമയത്തിൻ്റെ കുറവ് എന്നത് നാം ഓരോ വിഷയത്തിലും വ്യത്യസ്തമായി മനസ്സിലാക്കി ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുൾപ്പെടെയുള്ള ടൂളുകൾ തന്നെ ധാരാളമാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ നിങ്ങൾ പ്രയാസപ്പെടരുത്. എൻ്റെ ഇതിലൊക്കെ വിമർശനങ്ങളുടെ ഒരു സ്വരമുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളെ നിങ്ങൾ ഭയപ്പെടരുത്. ഈ പ്രശ്നം തീർക്കുക എന്നുള്ളത് എൻ്റെ നിങ്ങൾ ബോധ്യപ്പെടുത്തി തരൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. കഴിയും എന്നത് ബോധ്യപ്പെടുത്തി തരൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത് ചോദിച്ചതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാകാനിട്ടല്ല, അതിനൊന്നുകൂടി ഇപ്പോൾ നിശ്ചിത ചോദ്യം തന്നെ, നിശ്ചിത വിഷയം തന്നെ ചോദ്യത്തിൽ ഒന്നും കൂടി പ്രകടമാകേണ്ടത്. ഏത് വിഷയത്തിലാണ്, എവിടെയാണ് നമുക്ക് സമയക്കുറവ് അനുഭവപ്പെടുന്നത്, എവിടെയാണ് നമ്മൾ സമയം കുറിച്ചാകുന്നത്, ഒന്നുകൂടി ആ ചോദ്യം വ്യക്തമാകേണ്ടതുണ്ടല്ലേ? അത് വ്യക്തമാകുമ്പോൾ ഇത് എളുപ്പമാട്ടോ. ഞാനിത് ഒരു മറുവശത്ത് നിൽക്കുന്നു എന്നൊന്നും തോന്നണ്ട കേട്ടോ. എപ്പോഴും അധ്യാപകരുടെ വേദന എനിക്കറിയാം, പ്രതിസന്ധി എനിക്കറിയാം. സഹായം ചെയ്യലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വിമർശിക്കുകയോ കുടുസാക്കുകയോ അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് പ്രശ്നം തീർക്കാൻ കഴിയും എന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ഇന്നെൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എവിടെയാണ്
ഏത് വിഷയത്തിലാണ് ഈ സമയക്കുറവ് നമ്മൾ പ്രതിയാക്കുന്നത്? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, ഒന്നുകൂടെ ചോദ്യം വരണം. ഇതിൽ സാധാരണ നമ്മളെ ഒരു പ്ലാനിങ് ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ. അതായത് December 30 കൂടി എല്ലാവരും ചാപ്റ്റേഴ്സ് അവസാനിപ്പിക്കണം. പിന്നെ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് കോച്ചിങ് ആയിരിക്കും എന്നൊക്കെ പല സ്കൂളിലും വിവരിക്കുന്നൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും ഇത് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ പാടുപെടുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പോകണം. അതിൽ എക്സാമ്പിൾസ് നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം, കുട്ടികൾക്ക് വർക്ക് കൊടുക്കണം, ആക്ടിവിറ്റി കൊടുക്കണം. ഇതിലൂടെ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഈ ഓൺ ടൈമിൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതോറിറ്റിൻ്റെ മനസ്സിൽ ഹി ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അതേസമയം ചില ടീച്ചേഴ്സ് ഉണ്ടാവും തീരാൻ കുറച്ച് വൈകും, കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ അവരുടെ ക്ലാസ് നല്ല എഫക്റ്റീവായിട്ട് പോകുന്നുണ്ടാവും. ഇവിടെ നമ്മളൊരു സയൻറ്റിഫിക് അസസ്മെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത ടീച്ചർ ഗുഡ് ടീച്ചർ, ടൈം കീപ്പ് ചെയ്യാൻ കഴിയാത്ത ടീച്ചർ, പെർഫോമൻസിന് മുൻതൂക്കം നൽകിയ ആള്, അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത ആള് ടൈം കീപ്പ് ചെയ്യാത്തതുകൊണ്ട് ഒരു നെഗറ്റീവ് ഇമേജാണ് വരുന്നത് പല സമയങ്ങളിലും. അപ്പോൾ അങ്ങനെ പല സ്കൂളിലും നടക്കുന്നൊരു സംഭവമാണത്. അപ്പോൾ അത് സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ കുട്ടികൾക്ക് റിസൾട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ A1 വാങ്ങിയ സ്കൂൾ നല്ല സ്കൂൾ. നമ്പറാ നോക്കുന്നത്, അവിടുത്തെ ക്വാളിറ്റിയോ എബിലിറ്റിയോ ഒന്നല്ല. ഏറ്റവും കൂടുതൽ A1 നല്ല സ്കൂള്. ഒരു സ്കൂൾ A1 കുറഞ്ഞാൽ അത് ബാഡ് സ്കൂൾ. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ചിന്തയോ അസസ്മെന്റോ പോകുന്നില്ല. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് സൊസൈറ്റിയിലുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ റിസൾട്ട് വരുമ്പം പേരൻസ് നോക്കുന്നത് എന്താ, തൊട്ടപ്പുറത്തെ സ്റ്റേറ്റ് സ്കൂളിന്റെ റിസൾട്ടാണ്. സ്റ്റേറ്റ് സ്കൂളിൽ നമ്മളെ A+ന്റെ മാനദണ്ഡ വ്യത്യാസമുണ്ട്, ഇതിന്റെ അസസ്മെന്റ് വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ടോട്ടൽ നമ്പർ നോക്കി സ്കൂളിന്റെ പെർഫോമൻസ് അളക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ച് ഈ പാരൻസിനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പിന്നെ നമുക്ക് ഫസ്റ്റ് നല്ല അനുഭവം ഉണ്ട്. നമ്മൾ 10th എക്സാം കഴിയുമ്പോൾ പാരൻസ് വിളിക്കും, എൻ്റെ കുട്ടിക്ക് 93 ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ, എന്തുകൊണ്ട് A1 ഇല്ല? അപ്പം ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ പാരൻസിന് ഇതിൻ്റെ ഒരു ബോധ്യം വേണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. ആ ഒരു പ്രശ്നമാണ് സൂചിപ്പിച്ചത്. ഇതിൽ ഒന്ന്, ഈ കുട്ടികളിലെ പാഠം തീർക്കുന്നതിനെയാണോ സാർ ഇപ്പോൾ ഒരു പ്രതിസന്ധിയായിട്ട് കാണുന്നത്? ഈ പാഠം തീർക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട റൂട്ട് ഇപ്പം ഇവിടെ സാർ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് തന്ന ഡയറക്ഷൻ, അതായത് ഇൻഡിവിജ്വലി എങ്ങനെയൊക്കെയാണ്, അതായത് ഈ സ്ഥാപനത്തെ അധികരിച്ച് എങ്ങനെയാണ് ഡയറക്ഷൻ തന്നതെന്നുള്ളത് കൃത്യമായി എനിക്കറിയില്ല. അതിൽ ഞാൻ പറയുന്നത്, സ്ഥാപനത്തിൽ നിങ്ങളിപ്പോൾ ബൈജൂസ് ആപ്പ് കണ്ടിട്ടുണ്ടോ? തുടക്കത്തിൽ ബൈജൂസ് ആപ്പ് കാണിച്ച പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ? ടെക്നിക്കലി അവർ കാണിച്ച ഈ പെർഫോമൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എവിടെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്ന് ചോദിച്ചാൽ, ക്ലാസ്സിൽ സാറ് നേരത്തെ ചോദിച്ചപ്പോൾ വിട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വ്യംഗ്യമായി അത് വന്നിട്ടുണ്ട്. എന്താ, കുട്ടികൾ 40 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ സ്പോർട്സിൻ്റെയും മറ്റു പലതിൻ്റെയും പേരിൽ നമുക്ക് ക്ലാസ്സിൽ കുട്ടികളെ കിട്ടുന്നിടത്ത് പ്രതിസന്ധിയുണ്ട്. ഇത് സാറിന്റെ ചോദ്യത്തിൽ വ്യംഗ്യമായി വന്നിട്ടുണ്ട്. ഞാനത് ഒന്നുകൂടി സ്പഷ്ടമായി വരുമെന്ന് കരുതിയിട്ടായിരുന്നു രണ്ടാമത് ചോദിക്കുന്നത്. ഇത്തരം സമയങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ ടെക്നിക്കൽ അറേഞ്ച്മെന്റ്സ്. ഉപയോഗപ്പെടുത്താം, തെറ്റില്ലാത്തതാണ്. രണ്ടാമത്തത്, ഈ ക്ലാസ്സിൽ നേരത്തെ സ്റ്റേറ്റ് ലെവലിൽ അതുപോലെ നാഷണൽ ലെവലിലും പാഠപുസ്തകങ്ങൾ പുനരാവിഷ്കരിക്കുമ്പോഴൊക്കെ വെച്ച പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്താ പറയുക, പാഠപുസ്തകങ്ങൾ വലുതാകുകയാണ് ചെയ്തത്. ഈ സമയത്ത് അവർ ചെറിയത് എന്തിനാന്ന് ചോദിച്ചാൽ, ചെറിയ സമയം ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ വിഷയങ്ങൾ കൊടുക്കാം എന്നത് പഠിപ്പിക്കാനാണ് ഈ ഡിസൈൻ ചെയ്തത്. അത് കുറച്ചുകൂടി വൈഡായിട്ട് ഡിസൈൻ ചെയ്തത് സമയം ചുരുക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ്, മാർഗമായിട്ടാണ് അവരത് ആവിഷ്കരിച്ചത്. പക്ഷേ അത് അടിസ്ഥാന തട്ടിലേക്ക്, പ്രധാന തട്ടിലേക്ക്, അധ്യാപകരിലേക്ക് അതിന്റെ കറക്റ്റ് ഡൈല്യൂഷൻ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത്. ഇത് കഴിയുമെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു ആശയം നമ്മുടെ കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നൊന്ന്, പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, ഈ കുട്ടികൾക്ക് ഇവിടെ വെച്ച് ക്ലാസ്സിൽ വെച്ച് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന അവയർനെസ് കൃത്യമാണെങ്കിൽ അതിൻ്റെ ഒരു മോഡ് എന്താ അറിയോ, കുട്ടികൾക്ക് അതിൻ്റെ വർക്കുകൾ ചെയ്യുമ്പോഴാണ് സുഖം കിട്ടുന്നത്. വീട്ടിലെത്തിയാൽ ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചിട്ടാൽ കുട്ടിക്ക് ആദ്യം എന്ത് ചെയ്യണം, ബോൾ എടുക്കണോ ബാറ്റ് എടുക്കണോ, അതല്ല എൻ്റെ എക്സ്പെരിമെന്റിന്റെ ലീഫ് ചെക്ക് ചെയ്ത് ഗാർഡനിലേക്ക് പോകണോ, കുട്ടി
കുട്ടിയുടെ മൈൻഡിൽ ആദ്യം ഈ മൂന്നാമത്തത് വരും. ഏത് റെഡിയാണെങ്കിൽ കുട്ടിക്ക് ക്ലാസ്സിൽ അത് റെഡിയാണെങ്കിൽ. ഇവിടെ ഇനി വരാനുള്ളൊരു ചോദ്യമാണ്, ഇതിൽ ഒരു വിഭാഗം കുട്ടികൾ പിന്നെയും പിന്നോക്കം നിൽക്കുന്നവർ, ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളോട് അറ്റാച്ച് ചെയ്യാത്തവരെ കാണാം. ഈ വിദ്യാർത്ഥികളെ നേരത്തെ ഞാൻ പറഞ്ഞ IDRൽ നിങ്ങൾ സ്പെഷ്യലായി മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ദിവസം ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നു. മോളെ അല്ലെങ്കിൽ മോനെ, നിനക്ക് ഇന്നാലിന്ന ഒരു അപ്രോച്ച്, ഇങ്ങനെ സമീപനം കാണുന്നു. അതായത് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് ചെറിയ എന്തോ ഒരു ബാക്ക്വേർഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ഉള്ളതുപോലെ മാത്രം പറയുക. നിനക്ക് ഏത് തരം ഹെൽപ്പാണ് ടീച്ചർ ചെയ്യേണ്ടത്? നിനക്ക് ഏത് തരം ഹെൽപ്പാണ് ടീച്ചർ ചെയ്യേണ്ടത് എന്ന് ആ കുട്ടിയോട് വളരെ ശാന്തമായി ചോദിച്ചാൽ, ശ്രദ്ധിക്കേണ്ടത് PR കൃത്യമായൊരു ടീച്ചറാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു സ്റ്റെപ്പ് പറയാൻ ഇങ്ങനെയാണ്: PR, IDR, ക്വാളിറ്റി ടൈപ്പ്. ഈ ടൈപ്പിലാണ് നിങ്ങൾ അപ്രോച്ച് വരുന്നതെങ്കിൽ ഈ കുട്ടി അപ്പോൾ ഓപ്പൺ ആകും. ഓപ്പൺ ആയാൽ ചിലപ്പോൾ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ പറയാനുണ്ടാകും. ഈ പേഴ്സണൽ ഇഷ്യൂസ് പറയുന്ന ഒരു കുട്ടിയോട് ജസ്റ്റ് ഐ ആം വിത്ത് യു, ഞാനുണ്ട് മോളെ, നിനക്ക് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ കുട്ടി കൂടി ഏത് തലത്തിലേക്ക് ഉയരും? ഈ പറഞ്ഞ ബാക്കിയുള്ള കുട്ടികളുടെ തലത്തിലേക്ക് ഉയരും. ഇവിടുത്തെ സമയം കൂടുതൽ ഉപയോഗപ്പെടുത്താനുള്ള മാർഗം നമ്മൾ എന്ത് ചെയ്യണം? ഈ പാഠപുസ്തകത്തെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പൊ പഴയതിനെ അപേക്ഷിച്ച് പുതിയ ഒരു ഐഡിയ കൂടി പറയാം. ഇന്ന ചാപ്റ്റർ, ഇന്ന ക്ലാസ് റൂം, ഈ ക്ലാസ് റൂമിൽ ഈ ചാപ്റ്റർ ഈ ഒരു പർപ്പസിൽ നമുക്ക് ക്ലാസ് എടുക്കണം. അതിന് വർക്ക് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ് എടുക്കാൻ, വർക്ക് ഓറിയന്റഡ് ആയി ക്ലാസ് ചെയ്യാൻ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 3, 4, 5 സാധ്യതകൾ നിങ്ങൾ AI വെച്ച് സെർച്ച് ചെയ്ത് നോക്കൂ. പുതിയ ആശയം കാണാം, പുതിയ ഐഡിയകൾ കാണാം. ഇതിൽ ഏറ്റവും മാച്ചബിൾ എന്ന് തോന്നുന്ന ഒന്ന് പ്രയോഗവൽക്കരിച്ച് നോക്കൂ. ചെറിയ സമയം, 5-1, 3-1 സമയം കൊണ്ടൊക്കെ നമുക്കൊരു ക്ലാസ് എടുത്ത് അവസാനിപ്പിക്കാൻ കഴിയും. പക്ഷേ ലെസൺ പ്ലാൻ എത്രമാത്രം ഭദ്രമാകും? ലെസൺ പ്ലാൻ ഒരാളുടെ സ്കില്ലാകണം. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ചാപ്റ്റർ വൈസ്ഡ് ആയിട്ട് നേരത്തെ ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട അവയർനെസ് ഉണ്ടോ ഇല്ലയോ എന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തത്, നമ്മൾ ഈ പഠനത്തിന് ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്, എത്ര സമയം എടുക്കണം, ഇത് നമുക്ക് കൽക്കുലേഷൻ വേണം. മൂന്നാമത്തത്, ഈ ടീച്ചിങ് കഴിയുമ്പോൾ കൃത്യമായി ഒബ്സർവേഷൻ നടക്കണം. ഈ കുട്ടിക്ക് അത് കിട്ടിയോ ഇല്ലേ, ഇല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ചെയ്യണം. സ്റ്റെപ്പ് 2 സൊല്യൂഷൻ ചെയ്യണം. ഇത് ഉൾപ്പെടെയാണ് ലെസൺ പ്ലാൻ. ഈ ലെസൺ പ്ലാൻ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴേക്ക്, ഒരു ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ ചെല്ലുമ്പോൾ ഒരിക്കലും ആ കുട്ടികളിൽ ഒരു പ്രയാസവും കാണില്ല. കുട്ടികൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് ആ കുട്ടികൾ നമ്മുടെ ലൈനിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ ഇന്നത്തെ ഈ സദസ്സിലെ കൗണ്ട് എത്രയാ? 3, 5, 1, 2, 3, 4, 100ഓളം പേരുണ്ട് അല്ലേ? ഇത്രയും പേരുണ്ടെങ്കിലും ഈ സദസ്സിൽ എനിക്കൊരു ലെസൺ പ്ലാൻ വേണം. ഈ സദസ്സിലെ ഈ ലൈൻ മുതൽ ലാസ്റ്റ് ലൈൻ വരെയുള്ള എവ്രിവൺ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എൻ്റെതായ റേഷ്യോയിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ ഒബ്സർവേഷനിൽ എനിക്ക് പറയാൻ പറ്റും എത്ര % ഏത് ഗ്രേഡിലൂടെയാണ് പോയതെന്ന്. അവിടെ പിശകുണ്ടായാൽ ഞാൻ നിങ്ങളെയെല്ലാം തിരുത്തുന്നുണ്ട്. ഞാൻ ഇനി ഏത് മെത്തേഡ് കണ്ടെത്തണം. ഇതാണ് എൻ്റെ സ്റ്റൈൽ, ഇതാണ് ഒരു ടീച്ചറുടെ സ്റ്റൈൽ. ആ കുട്ടിയിൽ എന്ത് മിസ്റ്റേക്ക് എന്ന് ചിന്തിക്കുന്നതിന് പകരം ശരിക്ക് ആ കുട്ടിക്ക് ഇത് നൽകാൻ ഇനി എന്താണ് മാർഗം, ഇത് ആവിഷ്കരിക്കുക എന്ന സ്റ്റൈലാണ് ഒരു ടീച്ചറുടെ യഥാർത്ഥ രീതി. എങ്കിൽ ഇപ്പോഴുള്ള ഈ സമയം ഉപയോഗിച്ച് തന്നെയും നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഞാൻ പറയാത്ത മറ്റൊരു വശം, ഈ ക്ലാസ്സുകൾക്ക് ഇടയിൽ പോകുന്ന കുട്ടികൾ, ക്ലാസിന്റെ സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ പ്രസൻസ് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യും? നിങ്ങളുടെ IDRൽ ഈ കുട്ടിയുടെ പേജിൽ അത് മെൻഷൻ ചെയ്യണം.
ഈ കുട്ടിയെ നാം പിന്നീടൊരു സമയത്ത്, ഈ കുട്ടിയെ വേണ്ട, ആ കുട്ടികളെ പിന്നീടൊരു സമയത്ത് വിളിച്ചിട്ട് നിങ്ങൾ ഇല്ലാത്ത ക്ലാസ്സിൽ ഇന്ന ക്ലാസ്സാണ് നടന്നത്, അതിന് ചെയ്യേണ്ടത് ഇന്നതാണ് എന്ന ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുകയും പുറത്തുനിന്നത് പഠിക്കാവുന്ന ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്താൽ ഈ കാലഘട്ടത്തിൽ ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കാതെ ഈ പറയപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നൊരു കാലമാണിത്. ഏത് മീഡിയ ഉപയോഗിച്ചു? ഇംഗ്ലീഷ് വേണോ ഇംഗ്ലീഷിൽ, ഹിന്ദി വേണോ ഹിന്ദിയിൽ, മലയാളം വേണോ മലയാളത്തിൽ. ഈ ചാപ്റ്റർ ഏത് ഭാഗമാണോ മനസ്സിലാകാത്തത് അതൊരു ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നൊരു സമയമാണിത്. ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിന് കൂടുതൽ സമയം വേണ്ട, 5 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ. 3 ആള് 4 ആള് 5 ആള് 10 പേര് ഒന്നിച്ചിരുത്തിയിട്ട് ഇന്നതാണ് രീതി എന്ന് പറയും. അവരോട് വീട്ടിൽ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്നോ? ഓക്കെ, ചെയ്യാം സാറേ, ചെയ്യാം മാഡം, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നീ ഏത് സമയത്താണ് ചെയ്യുന്നത്? ഒരു കുട്ടി പറയുന്നു ഞാൻ മഗ്‌രിബിന് ശേഷമാണ് ചെയ്യുന്നത്. വേറൊരു കുട്ടി പറയുന്നു ഞാൻ പള്ളിയിൽ നിന്ന് ഇശാ നിസ്കരിച്ച് വന്നിട്ടാണ് ചെയ്യുന്നത്. ആ കുട്ടികളുടെ പേജിൽ അത് മെൻഷൻ ചെയ്തു വെക്കുന്നു. കുട്ടികളോട് പറയുന്നു മോനെ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ വാട്സപ്പിൽ ഒന്ന് ആ സമയം ഷെയർ ചെയ്യാം, പാരൻസിന് ജസ്റ്റ് ഒരു മെസ്സേജ്. ഈ പ്രോസസ്സ് എല്ലാം കൂടെ ചെയ്യാൻ നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റിന്റെ സമയം ആവശ്യം വരുള്ളൂ. കാരണം അവരൊന്നിച്ച് വിളിക്കുന്നു, ഈ അവയർനെസ് കൊടുക്കുന്നു, മനസ്സിലാകാൻ ചോദിക്കുന്നു, ഓരോ കുട്ടി പറഞ്ഞ സമയം അവിടെ മെൻഷൻ ചെയ്തു വെക്കുന്നു. ജസ്റ്റ് പാരൻസിന് ജസ്റ്റ് ഒരു മെസ്സേജ്, എല്ലാം കൂടി കഴിഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് അത് കഴിഞ്ഞു. ഈ രീതിയിൽ പോയാൽ ഒരു സാർ ചോദിക്കുന്നു നിങ്ങളെ ക്ലാസ്സിൽ ഈ കുട്ടികൾക്ക് ആ പാഠത്തെക്കുറിച്ച് യാതൊരു ബോധ്യമില്ലല്ലോ. ഏത് കുട്ടിയാ സാറേ? ആ കുട്ടി ഇന്ന സബ്ജക്റ്റിൽ ഇന്ന പീരീഡുകളിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്ത സൊല്യൂഷൻ ഇന്നതായിരുന്നു. വിത്ത് ഡോക്യുമെന്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് കുട്ടികൾക്ക് ഫിയർലെസ്ഡ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകണം. എക്സാം എന്നത് ഫിയർലെസ്ഡ് ആണോ ഫിയർഫുള്ളി ആണോ? ഫിയർഫുൾ അല്ലേ? സത്യം അങ്ങനെയാണോ? ഇതില് എക്സാം എന്നത് യാഥാർത്ഥ്യം, എക്സാമിന് വല്ല ഫിയറിന്റെ ആവശ്യമുണ്ടോ? ഞാൻ 1-2 സാമ്പിൾ പറയാം. ഒന്ന്, സാധാരണ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വരുമ്പോൾ ക്ലാസിന്റെ സമയം 9 to 4. ഫോർ എക്സാമ്പിൾ, എക്സാമിന്റെ ദിവസം അങ്ങനെ ഉണ്ടാവോ? ഇല്ല, സമയം കുറവ്. സാധാരണ ക്ലാസ് ടൈമിൽ പിന്നെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പുസ്തകം വേണം, ബാഗ് വേണം, ഒരുപാട് ടൂൾസ് വേണം. എക്സാമിന്റെ അന്ന് അത്രയും ടൂൾസ് വേണോ? വേണ്ട. സാധാരണ ക്ലാസ്സിൽ ഒരു ദിവസം ഒരു ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പേടിക്കണം. എക്സാമിന്റെ ദിവസം പേടിക്കണം. എക്സാം ക്ലാസിനെ അപേക്ഷിച്ച് തീരെ ഫിയർലെസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കിളാണ്, ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ഏതാ? റിസൾട്ടിനെയാണ്. അപ്പൊ പിന്നെ എക്സാമിനെയാണ് നമ്മൾ പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? പഠനം കൂടി കുറച്ചുകൂടി ശൂന്യമാകുന്നു, കുറച്ചുകൂടി റിസൾട്ട് ശൂന്യമാകുന്നു പഠനം. ശരിക്കും എക്സാമിന് വേണ്ടി ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. എക്സാം എന്ന കോണ്ടെക്സ്റ്റിനെ കുട്ടികളിൽ ഫിയർലെസ്ഡ് ആക്കി മാറ്റും. അതിനാദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഫിയറിലെടുത്ത് മാറ്റണം. എക്സാം എന്നത് ഫിയർലെസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊരു ട്രഡീഷണൽ മെത്തേഡാണ് ഫിയർഫുൾ എക്സാം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാം നടത്തേണ്ടത് എന്നാണ് കൂടി ഒരു രൂപം കൂടെ പറയാം. അതായത് ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ വ്യത്യസ്തമായ സംരംഭങ്ങൾ നയിച്ചവരെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. മുംബൈക്കാരിയായ രശ്മി ബൻസാലി രചിച്ച വേറിട്ട വഴികളിലൂടെ വിജയം നേടിയവരെന്ന ഒരു പുസ്തകം. അതിന്റെ മലയാളം പതിപ്പ് കറന്റ് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. വളരെ നല്ലതാണ്, അത് വാങ്ങുന്നതും വായിക്കുന്നതും. അതില് സൂപ്പർ 30 ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം പരിചയപ്പെടുത്തുന്നുണ്ട്. ബീഹാറിലെ ഗല്ലികളിലെ പാവങ്ങളായ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് JEE പോലെയുള്ള എക്സാമുകളിൽ ഒരു സെന്ററിൽ നിന്ന് ഒരു തവണ 33ഓളം വിദ്യാർത്ഥി. സമയ കുറവിനെ നമുക്ക് എളുപ്പം പരിഹരിക്കാൻ പറ്റും.
പിന്നൊന്ന് ടീച്ചിങ് മെത്തേഡിലും എന്ത് മാറ്റണം? ദീർഘമായ സമയമെടുത്ത് പഠിപ്പിക്കുന്നതിന് പകരം ചെറിയ വർക്കുകളിലേക്ക് കൊണ്ടുവരികയും, നമ്മൾ സാധാരണ പറയാറുള്ളത് VAK ആപ്ലിക്കേഷൻ എന്ന് പറയാറ്, വിഷ്വൽ ഓഡിറ്ററി കിനസെറ്റിക് ആപ്ലിക്കേഷൻ. ഒരു വിഷയം പറയുമ്പോൾ മാക്സിമം എന്ത് ചെയ്യണം? ഈ 3 പ്രിഫറൻസിനെയും ക്ലബ് ചെയ്യുക. ഇപ്പൊ ചിലർ ഓഡിറ്ററി പ്രിഫറൻസ് ആയിരിക്കും, കുട്ടികളിൽ 20% അങ്ങനെയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓഡിറ്ററി പ്രിഫേർഡ് ആയിട്ടുള്ളവർ 20%, വിഷ്വൽ 80%. വിഷ്വൽ എന്ന് പറയുമ്പോൾ ഒരു ചാർട്ട് പ്രദർശിപ്പിക്കുമ്പോൾ, ഒരു ഫ്ലാഷ് കാർഡ് കാണിക്കുമ്പോൾ, നമ്മൾ ബോർഡിൽ എഴുതി പ്രദർശിപ്പിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവർ അതിനെ മനസ്സിലാക്കും. കിനസെറ്റിക് ആകുമ്പോൾ ഏകദേശം വിഷ്വലിനോട് അടുത്ത് തന്നെ കിടക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതായത് കിനസെറ്റിക്കിന്റെ പ്രത്യേകത എന്താ? ചലനങ്ങൾ, ഭാവമാറ്റങ്ങൾ, ഫീലിങ്സ്, ഇതൊക്കെ അവർ പെട്ടെന്ന്, അപ്പോൾ നല്ല ഭാവാത്മകമായി പറയുന്നത്, ഒരു എക്സ്പീരിയൻസിലേക്ക് ചേർത്ത് പറയുന്നത്, ഇതൊക്കെ ഈ കുട്ടികളെ പെട്ടെന്ന് വിഷയം മനസ്സിലാക്കാൻ സഹായിക്കും. ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ മാക്സിമം ഇപ്പോൾ പഴയ കാലത്തല്ല, നേരത്തെ ഇതിന് കുറെ പ്രയാസമുണ്ട്. ഇപ്പോഴത്തെ CBSEയുടെ അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കുകളിലും ഇതുണ്ട്. പക്ഷെ എനിക്ക് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നേരെ അങ്ങനെ തന്നെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഏത് ചാപ്റ്ററും നമ്മളായിട്ട് ഒന്നുകൂടി സെർച്ച് ചെയ്താൽ നമുക്ക് സ്കില്ലുണ്ടാവും. സ്കില്ലുണ്ടായാൽ നൈമിഷികമായി നമ്മളിൽ അത് വരും. നൈമിഷികമായത് വരും. അതായത് ടെക്സ്റ്റ് ബുക്കുകളിൽ നേരത്തെ തന്നെ അങ്ങനെ പ്രിപ്പേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, പുതിയ കാലത്ത് പുതുതായി വന്ന ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം പുതിയ ഈ വിദ്യാഭ്യാസത്തിലെ വളരെ വൈകൃതമായി ആവിഷ്കരിച്ചിരിക്കുന്ന ആവിഷ്കാരങ്ങൾ നന്നായി കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ മറികടക്കാൻ പുതിയ കാലത്തെ അധ്യാപകർക്ക് കഴിയും ഈ രീതി ആവിഷ്കരിച്ചാൽ. അതായത് ഏതോ ഒരു അതോറിറ്റികൾ പറയുന്നത് മാത്രം ഛർദ്ദിക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രക്രിയക്ക് പകരം നമ്മൾ ഇതേ ചാപ്റ്റർ തന്നെ കൃത്യമായി ഒന്ന് പഠിച്ച്, അത് ഇതിന്റെ ആപ്ലിക്കേഷൻസുകൾ പഠിച്ച് അതൊന്ന് സെർച്ച് ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ ആവശ്യം വരൂല. പിന്നെ വളരെ വളരെ റയറായിട്ട് വല്ല സ്ഥലത്ത് അപൂർവമായി എവിടെയെങ്കിലും മാത്രമേ പിന്നെ ആവശ്യം വരുള്ളൂ. ജസ്റ്റ് ഒരു ചാപ്റ്റർ നോക്കിയാൽ നമ്മളെ ഇൻസൈറ്റ് പറയും ഇതെങ്ങനെ അവതരിപ്പിക്കാം. ചെറിയ സമയം കൊണ്ട് ഫാസ്റ്റായിട്ട് ഈ കുട്ടികളിലേക്ക് എങ്ങനെ ഇത് കൊണ്ടുവരാന്നുള്ള സ്കില്ല് നമുക്കുണ്ടാകും. ഇങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചാപ്റ്ററുകൾ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സ്കില്ലും കുട്ടികൾക്ക് മിസ്സാവുകയില്ല. സ്കില്ല് ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ടത് വർക്ക് ഓറിയന്റഡ്, മേക്ക് സ്റ്റുഡന്റ് ഫസ്റ്റ് പേഴ്സൺ. കുട്ടിയെ എന്ത് ചെയ്യണം? എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ആക്കി അവതരിപ്പിക്കണം. ഒരു ക്ലാസ്സിൽ ടീച്ചറുടെ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു മോഡറേറ്ററാണ്, നിങ്ങളൊരു കോർഡിനേറ്ററാണ്. കുട്ടികൾ ചെയ്താണ് പഠിക്കേണ്ടത്. ഇന്ന് ഏകദേശ പാഠങ്ങളും അങ്ങനെ ആവിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ കാഴ്ചപ്പാട് കൂടി കൊണ്ടുവന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ആക്കാൻ കഴിയും. പക്ഷേ കുറച്ചു കാലം നമ്മളൊരു അന്വേഷണ മനോഭാവത്തോടുകൂടെ നിരന്തരം ആവിഷ്കരിക്കേണ്ടി വരും. കുറഞ്ഞ കാലം അത് സ്കില്ലായി കഴിഞ്ഞാൽ പിന്നെ ഏത് ചാപ്റ്റർ പറയുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെ വർക്ക് ഓറിയന്റഡ് ആക്കി എടുക്കാം, ഇതെങ്ങനെ ഫാസ്റ്റായിട്ട് ഈ ആശയം കുട്ടികളിൽ എത്തിച്ചൊരു വിഷയം ഒരു വാർഷികാടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം. അടിസ്ഥാനത്തിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ റിവാർഡ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കാം. റിവാർഡ് സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്റ്റാർ ബോർഡ്. ഈ സ്റ്റാർ ബോർഡിൽ ഈ കുട്ടികൾ ചെയ്ത വർക്കുകൾക്ക് പോയിന്റ് വന്നാൽ മതി. സ്റ്റാർ രേഖപ്പെടുത്തുന്നു, പോയിന്റ് വന്നാൽ മതി. കുട്ടികൾ അത് ചെയ്തു. അപൂർവം ചില വിദ്യാർത്ഥികൾ, പ്രതിസന്ധി നേരിടുന്ന വിദ്യാർത്ഥികൾ കാണാം. ആ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്താൽ മതി. അതിനാണ് ഞാൻ പറഞ്ഞ IDRൽ ഇവർ നേരിടുന്ന പ്രതിസന്ധി നമ്മൾ മെൻഷൻ ചെയ്തു. അവരെ പേഴ്സണലായി നമ്മൾ അറ്റൻഡ് ചെയ്തു. എവിടെയെങ്കിലും കോംപ്ലിക്കേഷൻസ് ഫീൽ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മുടെ സുപ്പീരിയേഴ്സിനെ, ഹെഡിനെ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഇത് സോൾവ് ആകുന്നില്ലെങ്കിൽ അതിൻ്റെ സുപ്പീരിയേഴ്സിനെ നമ്മൾ സമീപിക്കുന്നു. ഉടനെ പരിഹാരം കാണണം. ഇതാണ് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ. ഇത്തരം മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ സമയം എന്നത് നമ്മളെ അലട്ടുന്ന പ്രശ്നമല്ല, ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്ന ഒരു മാർഗനിർദ്ദേശം, ടീച്ചിങ് എന്നത് ഗെയിമിഫിക്കേഷൻ ചെയ്യാൻ നമുക്ക് പറ്റണം.
ടീച്ചിങ് എന്നത് ഗെയിമിഫിക്കേഷൻ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അത് നടക്കുന്നില്ലെങ്കിൽ ആ ഫോക്കസിങ് വീണ്ടും 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 മോൾഡ് ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഈ സദസ്സിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് ഒരു ഹാർഡായ ഒരു ഫോക്കസിങ് ആണെങ്കിൽ, വളരെ ഹാർഡായിട്ട് ചെയ്യുന്നൊരു വർക്കാണെങ്കിൽ ഞാൻ ഇത് പ്രൊഫഷണലി ലീഡ് ചെയ്യുന്നില്ല. ഈ സദസ്സിലെ ഏത് തരം മോഡിനെയും ഞാൻ കൃത്യമായി ഒബ്സർവ് ചെയ്ത് അത് വളരെ സ്മാർട്ടായിട്ട് ലീഡ് ചെയ്യാൻ എനിക്ക് പറ്റുമ്പോഴാണ് ഞാനിത് പ്രൊഫഷണലി ലീഡ് ചെയ്യുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നേരത്തെ വൈസ് പ്രിൻസിപ്പൽ സാറ് സൂചിപ്പിച്ചിരുന്നു, എല്ലാവരും വളരെ ഷുഡ് ടൈപ്പിൽ തന്നെ ഇന്നത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ചോദ്യങ്ങളായി ഉന്നയിക്കാനും പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക. അതിൽ ഞാനിപ്പോൾ പല എക്സ്പീരിയൻസുകളും നിങ്ങളിലേക്ക് ഇടുന്നുണ്ട് ഓരോ ഘട്ടത്തിലും. ഈ എക്സ്പീരിയൻസ് ഇടുന്നത് നിങ്ങളുടെ ചോദ്യങ്ങളെ കൂടി എന്ത് ചെയ്യാനാണ്, കൃത്യമായ റൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഭാഗികമായി മാത്രം ചോദ്യങ്ങൾ വന്നാൽ നിങ്ങളെ സമയം വേസ്റ്റ് ആകും. പകരം ഭാഗികമായി വരാതെ അത് ആത്യന്തികമായി വരണം. അതിനാണ് ചോദ്യത്തെ ഈ രീതിയിൽ വരാൻ ഞാൻ വിഷയത്തെ കുറച്ചുകൂടി, സാർക്ക് കുറച്ചുകൂടി ഇടപെടണമെങ്കിൽ ഇടപെടട്ടെ ഇതേ വിഷയം. നിങ്ങളെ സമയത്തെ ഏത് രീതിയിൽ നേരിടുന്നു എന്നുള്ളത് എത്രയും സ്പെസിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഉന്നയിക്കാം. സ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ തീരെ അച്ചടക്കമില്ല, അച്ചടക്കം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ്. അതിന് ഞാൻ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായ സുഖമൊന്നും ഉണ്ടാവില്ല. ചോദ്യം എവിടെ വരണം? എൻ്റെ ക്ലാസ് ഇന്നത് ഇത്ര കുട്ടികൾ, ആ ക്ലാസ്സിലെ എനിക്ക് ചെയ്യുന്ന എനിക്ക് അനുഭവപ്പെടുന്ന ഫീലിംഗ്, ഞാൻ ക്ലാസ്സിലേക്ക് ചെന്നാൽ ഞാൻ സംസാരിക്കുന്നു കുട്ടികൾ ഏതോ ലോകത്താണ്. ഇതൊരു ഫീലിംഗ്. അതല്ല സാറേ, എൻ്റെ ക്ലാസ്സിൽ 2 കുട്ടികളുണ്ട്, എല്ലാ കുട്ടികളും ഞാൻ പറയുന്ന കേൾക്കും, പഠിക്കും, മനസ്സിലാക്കും, പക്ഷെ ഇവരെ എപ്പോൾ നോക്കിയാലും സംസാരിച്ചിരിക്കും. അതല്ല, ഒരു കുട്ടിയുണ്ട്, എപ്പോഴും കുട്ടി ഉറങ്ങുന്ന തന്നെയാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ നീ എണീപ്പിച്ചിരുത്തിയാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നുണ്ടാകും. ഇങ്ങനെയാണ്. എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെസിഫൈഡ് ആയ റിയൽ മാറ്റർ അതായിരിക്കണം കഴിയുന്നതും നമ്മുടെ ചോദ്യം. അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ്. മറ്റത് ഞാൻ ആൻസറൊക്കെ പറയും, ആൻസർ പറഞ്ഞതുകൊണ്ട് ഒരു കൃത്യമായ സുഖം കിട്ടൂല, കൃത്യമായ ലക്ഷ്യസാധ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കഴിയുന്നതും ചോദ്യം, സാധാരണഗതിയിൽ ട്രെയിനിങ് ഫീൽഡിൽ ഏറ്റവും പ്രയാസം എന്താ പറയുക, ഈ റിയൽ മാറ്റർ ചോദിച്ചാൽ ആൻസർ പറയാൻ പ്രയാസമാണ്. ചോദ്യം എപ്പോഴും കോമൺ, ആൻസർ പറയാൻ സുഖമാണ്. അതിന് ഒരു ട്രെയിനറൊന്നും വേണ്ട, ഗൂഗിൾ മതി. ഫിലോസഫി സാറ് പറഞ്ഞല്ലോ, ഈ മൈക്കാണ് ടർണർ നമ്മളോട് കുട്ടികൾ എത്തൂലേ? ടീച്ചർ ബുദ്ധിമുട്ടി, സോറി. സോറി കേട്ടോ. അവര് ഫോൺ ഉപയോഗിക്കുന്നവരാവും, ഒന്നുകൂടെ ടെക്നോളജി ഉപയോഗിക്കാൻ പറഞ്ഞല്ലോ വരാത്ത കുട്ടികൾ. അപ്പൊ അവരുടെ ആൻസറൊക്കെ നമ്മള് വാട്സപ്പിൽ സെൻഡ് ചെയ്യാനൊക്കെയാണ് ഇപ്പൊ സാർ പറഞ്ഞത്. അപ്പൊ കുട്ടികള് മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവരാവും. നമ്മളിങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പാരന്റ്സിന്റെ കംപ്ലൈന്റ് ആണ്, ടീച്ചേഴ്സ് ഇതിന് മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ വേറൊന്ന്, കഴിഞ്ഞ വർഷം വരെ എനിക്ക് ഫീൽ ചെയ്യാത്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരുപാട് വർഷമൊന്നുമില്ലെങ്കിലും കുറച്ചായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഒന്നാം വിഷയം ചർച്ച ചെയ്തത്, ഒന്നാം വിഷയം ചർച്ച ചെയ്തിട്ട് രണ്ടാമത്തേലേക്ക് പോയാലോ? അല്ല, രണ്ടും ഞാൻ പറയുന്നത് സൗണ്ട്. വെൽക്കം.
നമ്മള് ക്ലാസ്സിൽ ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ സമയക്കുറവ്, പഠിപ്പിക്കാൻ സമയം കിട്ടാത്തത്, കഴിഞ്ഞ വർഷം വരെ എനിക്ക് ഫീൽ ചെയ്യാത്തൊരു കാര്യമാണ് ഈ വർഷം ഉള്ളത്. കുട്ടികൾ അടങ്ങിയിരിക്കണില്ല. കഴിഞ്ഞ വർഷം വരെ 1 or 2 കുട്ടികളുണ്ടാവും 7th. എനിക്ക് മാത്രമല്ല, മൊത്തത്തിൽ സ്ട്രെങ്ത് 43, 45 ആണ് കുട്ടികൾ. കഴിഞ്ഞ വർഷം വരെ 1 or 2 കുട്ടികളുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പൊ 1 or 2 കുട്ടികളെ അടങ്ങിയിരിക്കുന്നവരുള്ളൂ. നമ്മൾ ക്ലാസ്സിൽ ചെന്നാൽ ഒരു 15 മിനിറ്റ് അവരെ അടക്കി നിർത്തണം. എൻ്റെ കേസ് മാത്രമല്ല, ഞങ്ങൾ 7th എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ആ കുട്ടികൾ പഠിക്കാത്തവരോ നല്ല കുട്ടികളോ അല്ലാഞ്ഞിട്ടല്ല, എന്താണ് അവര് ആ ഒരു ഇത് വരാത്തത് എന്ന് മനസ്സിലാവില്ല. അപ്പൊ കഴിഞ്ഞ വർഷം വരെ എന്നെ സംബന്ധിച്ചെന്നല്ല, ഞങ്ങൾ ടീച്ചേഴ്സിന് ആർക്കും ഇത്തരം പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ വർഷം ഇപ്പോ ജൂൺ കഴിഞ്ഞതാ ഈ മാസം വരെ എത്തിയിട്ടും കുട്ടികൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെയുള്ള പഠനത്തിലേക്ക് അവർ വന്നിട്ടില്ല. എന്നാൽ ഈ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ അടങ്ങിയിരുന്ന് ഒലിതിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ആ ഒരു പ്രയാസം ഞങ്ങൾക്ക് ശരിക്കും ഉണ്ട്. അതൊരു സമയക്കുറവ് തന്നെയാണ്. വിചാരിച്ച രീതിയിൽ നമുക്ക് പാഠങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് രണ്ടിനും ഒരു സൊല്യൂഷനാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒന്നാമത്തത് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. നല്ല ചോദ്യമുണ്ട്. ഡിവൈസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഫസ്റ്റ് അവയർനെസ് അവിടെയും പ്രധാനമാണ്. ഡിവൈസുകളുടെ ലോകമാണിത്. ഡിവൈസുകളുടെ ലോകത്ത് ഡിവൈസ് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഈ വൈരുദ്ധ്യാശയത്തോട് ഞാൻ വിയോജിക്കുന്നു. വേണ്ടത് ഡിവൈസ്, സോഷ്യൽ മീഡിയ, ഇന്റർനാഷണൽ നെറ്റ്വർക്ക്, ലിറ്ററേഷനാണ് വേണ്ടത്, സാക്ഷരതയാണ് വേണ്ടത്. ഡിവൈസുകളെ അകറ്റി നിർത്താം എന്ന് ചിന്തിക്കുന്നത് ഒരു തരം വിരോധാഭാസമാണത്. ഇന്നെല്ലാം നേട്ടങ്ങളുള്ളതാണ് ഡിവൈസ്. ആ ഡിവൈസുകളിലെ നേട്ടങ്ങളെക്കുറിച്ച് അവെയറാക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ പഠിപ്പിച്ചാൽ പരിഹാരമാകുന്നതാണ് ശരിക്കുള്ള ഡിവൈസ് ലോകത്തെ പ്രതിസന്ധികൾ. അതാണ് ശരി. പക്ഷെ എന്ത് ചെയ്യണം? അവിടെ നമ്മുടെ അതോറിറ്റി കൂടെ വേണം. അതായത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗ്രൂപ്പായിട്ട് ലീഡ് ചെയ്യണം ഈ ഒരു പ്രശ്നത്തെ. കുട്ടികളിൽ ഡിവൈസ് ലിറ്ററേഷൻ കൊണ്ടുവരണം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു ദിവസം ഞാനൊരു സ്കൂളിൽ എത്തിപ്പെട്ടപ്പോൾ അവിടെ ഒരു പ്രഗത്ഭനായ ഒരു സൈക്കോളജിസ്റ്റാണ് അവിടുത്തെ ഹെഡ്. അപ്പോൾ അദ്ദേഹത്തോട് എന്നെ അവിടുത്തെ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഇതിൻ്റെ ആളാണ്, ഞാൻ അതിന് പോയതല്ല. പക്ഷേ ഇത് പരിചയപ്പെടുത്തിയത് മുതൽ അയാൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇത് വലിയ ഏറ്റവും കാലിക പ്രസക്തമായ ഈ പ്രതിസന്ധികളാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എനിക്കതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള താല്പര്യമുള്ള സമയമൊന്നുമല്ല. പക്ഷെ അതിൽ ഇത് വന്നു. ഏത്? ഡിവൈസുകളുടെ പ്രശ്നം. സയൻസ് ക്ലാസ്സാണ്. സയൻസ് ക്ലാസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് പഠിക്കാൻ ആവശ്യമായ ഡിവൈസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഇന്റർനെറ്റ് വേണം. ഇന്റർനെറ്റ് കൊടുത്തിട്ട് വല്ലപ്പോഴും ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിൽ കുട്ടികൾ ഉടനെ മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കും. എന്ത് ചെയ്യും? ഞാൻ സാറോട് ചോദിച്ചു, നിങ്ങൾ ശരിക്കുള്ള പ്രശ്നം തിരിച്ചറിഞ്ഞോ? അപ്പൊ ചോദിച്ചു, ഇതന്നല്ലേ പ്രശ്നം? പറഞ്ഞു, അല്ല, കുട്ടികൾക്ക് സാക്ഷരത നിങ്ങൾ നൽകിയിട്ടില്ല, ഡിവൈസുകളെ കുറിച്ചുള്ള സാക്ഷരത നൽകിയിട്ട്. അപ്പൊ ചോദിച്ചു, എങ്ങനെ നൽകാം? ഞാൻ പറഞ്ഞു, വർക്ക് നൽകാം. എന്താണ് വർക്ക്? ഈ കുട്ടികൾക്കുള്ള അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് പ്രൊജക്റ്റുകൾ ഡിസൈൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു കുട്ടിക്ക് ചോയ്സബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കൊടുക്കുക, ഓരോ കുട്ടിക്കും. അങ്ങനെ കൊടുത്തു. 1.5 മാസമായപ്പോൾ അവർ പറഞ്ഞു, ഇപ്പൊ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തു, ഡിവൈസ് കൊടുത്തു, എന്ത് കൊടുത്താലും കുട്ടികൾ ഷോർട്സോ റീൽസോ കണ്ടിരിക്കുകയില്ല. നിങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നമ്മൾ തന്നെ പലപ്പോഴും ഫോൺ ഉപയോഗിക്കുമ്പോൾ ഷോർട്സും റീൽസും ഉപയോഗിക്കുന്ന പതിവ് കാണാം. സമയം അറിയാതെ നീണ്ടുപോയത് കാണാം. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ChatGPT, DeepSeek അല്ലെങ്കിൽ ജെമിനി അങ്ങനെ ഏതോ ഉപയോഗിക്കുകയാണ്. ആ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഷോർട്സ് ഉപയോഗിക്കുമോ? ഇല്ല. സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്.
അത് നോക്കി ഉപയോഗിക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മകളുടെ ക്ലാസ് നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല, മകൾ ചോദിക്കുന്നു അമ്മേ അല്ലെങ്കിൽ ഉമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിലെന്താ ചെയ്യേണ്ടത്. അപ്പൊ സ്വാഭാവികമായും ആസ് എ ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ ടീച്ചർ കൂടി ആകുമ്പോൾ ഒരു പാരന്റ് എന്തുകൂടി ചെയ്യണം, ഈ കുട്ടിക്കൊരു ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മോശവും കൂടിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫോൺ എടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഷോർട്സിനോട് മൂടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കും. ഷോർട്സ് കാണാൻ തോന്നുന്നു ഇല്ല. എന്തുകൊണ്ടാണ്? ടേസ്റ്റിയായ ഒരു കോഗ്നിറ്റീവ് ലെവലിലുള്ള ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വേസ്റ്റുകളോട് താല്പര്യം വരില്ല. റീൽസ്, ഷോർട്സ് ഒക്കെ ഒരു വേസ്റ്റാണ്. വേസ്റ്റുകളോട് ഒട്ടും മൂട് വരില്ല. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്തു വേണം? ആദ്യം നിങ്ങൾ ടേസ്റ്റിയായി ഇതിനെ അറ്റാച്ച് ചെയ്യണം. ഇതിന് കുട്ടികൾക്ക് നമ്മൾ നിശ്ചയിച്ചു കൊടുക്കുന്നു, മോനെ ഏത് എല്ലാവർക്കും ഒന്നെന്നെ നിശ്ചയിക്കാൻ പാടില്ല. ഓരോ കുട്ടിക്കും അനുയോജ്യമായത് നിശ്ചയിച്ചു കൊടുക്കുന്നു, നിങ്ങൾ മെൻഷൻ ചെയ്തു കൊടുക്കുന്നു. ആ കുട്ടികളത് നോക്കിയാൽ അത് ഉടനെ നമ്മൾ അറിയുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് കുട്ടികൾ ഇതിന്റെ വക്താക്കളാകും. ഇനിയൊരു പ്രതിസന്ധി ഉള്ളത്, ടീച്ചർ ചോദിച്ചതുപോലെ പാരന്റ്സ് പരാതി പറയില്ലേ? അതിനെന്താ പരിഹാരം? 2 കാര്യം ചെയ്യണം. ഒന്ന്, ഒരു 3 പാരന്റ്സ് മീറ്റിംഗ് എങ്കിലും മിനിമം ഓൺലൈൻ ചെയ്യണം. ചെയ്യേണ്ടത് ഓരോ ക്ലാസ് ടീച്ചറും അതാത് ക്ലാസിന്റെ പാരന്റ്സ് മീറ്റിംഗ് ആണ് നടത്തേണ്ടത്. അതിൽ ഗസ്റ്റായിട്ട് കൂടുതലായി പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അതോറിറ്റി അവരെ പങ്കെടുപ്പിക്കുക. നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ടീച്ചേഴ്സ് ഉണ്ടാവില്ല, അവർ പ്രസന്റ് ചെയ്യുക. എന്നിട്ട് ഓരോ പാരന്റിനെയും ജസ്റ്റ് ഒന്ന് അപ്രിസിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അവരോട് നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ട് പറഞ്ഞ്, വല്ലപ്പോഴും നിങ്ങൾക്ക് പ്രതിസന്ധി തോന്നുന്നുണ്ടോ ഞങ്ങളെ അറിയിച്ചാൽ മതി. നമുക്കൊരു നിശ്ചിത 2-3 മാസം കൊണ്ട് കുട്ടികളിലെ ഈ നെഗറ്റീവ് യൂസേജുകളെല്ലാം ഒഴിവാക്കി കുട്ടികളെ പോസിറ്റീവാക്കി എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ പാരന്റ് പരാതി പറയോ? കുട്ടികളുടെ നെഗറ്റീവ് യൂസേജ് ഉണ്ടായാൽ നമ്മൾ അറിയിക്കില്ലേ? അറിയിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, കുട്ടികളെ കുറിച്ച് പാരന്റ് നമ്മളോട് നെഗറ്റീവ് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകും. എപ്പോൾ? നമുക്ക് PR ഇല്ലെങ്കിൽ. നമ്മൾ PR ഉള്ളവരാണെങ്കിൽ കുട്ടികൾക്ക് ഭയപ്പെടാനില്ല. കുട്ടികളെ കുറിച്ചൊരു പരാതി പറഞ്ഞാൽ അത് തീരും എന്നതുകൊണ്ട് കുട്ടികൾ ഭയപ്പെടൂല. IDR-ലൂടെയാണ് നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതെന്നുകൊണ്ട്, എന്തുകൊണ്ടല്ല? വടി കൊണ്ടല്ല, ഭീഷണി കൊണ്ടല്ല പരിഹരിക്കുന്നത്. IDR-ലൂടെ, ക്വാളിറ്റി ടൈമിലൂടെയാണ് പരിഹരിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് ഈ കുട്ടികൾ ഭയപ്പെടുവോ? ഇല്ല. കുട്ടികൾ എന്തിനാണ് എൻ്റെ പരാതി, എന്നെക്കുറിച്ചുള്ള പ്രശ്നം ടീച്ചറോട് പറഞ്ഞതെന്ന് ഉമ്മയോട് ഉപ്പയോട് ചോദിക്കോ? ഇല്ല. കുറഞ്ഞ സമയം കൊണ്ട് കുട്ടികൾക്ക് നമ്മുടെ ടീച്ചിങ് സംവിധാനത്തോട്, ടീച്ചേഴ്സിനോടൊക്കെ ഒരു മതിപ്പും ബന്ധവും ഉണ്ടാകും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ രമ്യമായ പരിഹാരം, പ്രക്ഷുബ്ധമായ പരിഹാരം അല്ല. ഇത് വളരെ എളുപ്പം സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ ഡിവൈസ് യൂസേജ് പ്രശ്നമാകാതെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ, അതുപോലെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൽ ഞാൻ റെസ്പോൺസിബിൾ ആണ് എന്ന് പറയണമെങ്കിൽ, ഹാപ്പി സോൺ ടീം റെസ്പോൺസിബിൾ ആണ് എന്ന് പറയണമെങ്കിൽ, നിങ്ങളിൽ നിന്നുണ്ടാകേണ്ട അടുത്ത മൂവ്മെന്റ് എന്താണെന്നറിയോ? നിങ്ങളുടെ റിക്വസ്റ്റ് വരണം ഇവിടുത്തെ അതോറിറ്റിക്ക്. നമുക്ക് ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് നിങ്ങൾ റിക്വസ്റ്റ് വന്നാൽ ഗ്രൂപ്പ് രൂപീകരിക്കുന്നു. ഗ്രൂപ്പ് വൈസ്ഡ് ആയിട്ട് വീക്ക്ലി വൺസ് നിങ്ങളുടെ വെന്റിലേഷൻസ് സ്വീകരിക്കാൻ ടീം ഉണ്ടാകും. എപ്പോഴും ഓൺലൈനായി നിങ്ങൾക്കൊരു 1-1.5 മണിക്കൂർ ഇരുന്നാൽ നിങ്ങളുടെ ഏത് തരം വെന്റിലേഷൻസും അവിടെ സാധ്യമാണ്. നിങ്ങൾക്ക് വിഷയങ്ങൾ പറയാം, പരിഹരിക്കാം. അങ്ങനെ ആഴ്ചയിൽ ഓരോ തവണയും ഇരുന്ന് കേട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ എളുപ്പം വിഷയങ്ങൾ പരിഹരിക്കാം. ഇതാണ് പരിഹാര രീതി. അപ്പൊ പിന്നെ അധികം കാലം കാത്തു നിൽക്കേണ്ടതില്ല. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ സംവിധാനം ഉണ്ടാകും. പരിഹാരത്തിന് സാധ്യതകൾ ഏറെ ഉണ്ടാകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്ന് പറയാനുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഡിവൈസുകളുടെ ഉപയോഗം പ്രതിസന്ധി ആകാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ സ്വയമേവ ഡിവൈസ് ഓപ്പൺ ചെയ്തു പരിഹാരത്തിന്റെ ഇപ്പുറമുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടായേക്കാം.
ഓക്കെ. രണ്ടാമത് പറഞ്ഞ മാറ്റർ ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുമോ? എന്തായിരുന്നു രണ്ടാമത് പറഞ്ഞ? അതെ, കുട്ടികൾ അടങ്ങിയിരിക്കുന്നില്ല. പ്രത്യേകിച്ച് എല്ലാ ക്ലാസ്സും ഉണ്ടോ? എല്ലാ ക്ലാസ്സിലും ഉണ്ടോ ഈ പ്രശ്നം? ഫിഫ്തിലുണ്ട്, സിക്സ്ത്, മുതിർന്ന ക്ലാസ്സുകളിലാണ് കാണുന്നതെന്ന് പറയല്ലേ? ഇതിൽ ഇനി എന്ത് വേണമെന്നറിയോ? ഇൻഡിവിജ്വലി നിങ്ങൾ ഇത് പ്രസന്റ് ചെയ്യണം. ഇൻഡിവിജ്വലി എന്ന് പറഞ്ഞാൽ ഓരോ ടീച്ചറും പറയണം. എന്തുകൊണ്ട്? ഓരോന്നും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജനറലൈസിങ്ങിൽ എവിടെയോ സംതിങ് റോങ് എനിക്ക് സ്മെൽ ചെയ്യുന്നു. എനിക്ക് വേണ്ടത് എന്താ അറിയോ? ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയാം. ഒന്ന്, നിങ്ങൾ DRSൽ പ്രാക്ടീസ് ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? PR ഡൂയിങ് റെക്കോർഡിംഗ് ഷെയറിംഗ് ലെവലിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു ക്ലാസ്സിൽ മാറ്റം വരുന്നുണ്ടോ?